ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഗുഡ് ഫ്രൈഡേ ശുശ്രൂഷ കാണാം. നമുക്ക് ശുശ്രൂഷ പങ്കെടുത്തതിന് ശേഷം നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ മാങ്ങ അച്ചാറും അതുപോലെ നല്ല ചൂടുള്ള പയറും വാഴയ്ക്കയിട്ട പയറ് പുഴുക്കും ചൂട് കഞ്ഞിയും അതുപോലെ പപ്പടവും കൂട്ടി നമ്മൾ ക്രിസ്ത്യാനികളെല്ലാവരും തന്നെ ദുഃഖവെള്ളിയാഴ്ച വൈകിട്ട് പള്ളിയിൽ നിന്ന് പള്ളി വിരിഞ്ഞ് കഞ്ഞി കുടിച്ച് പോരുന്ന ലോകത്തിലേക്ക് ഏറ്റവും ഡെലീഷ്യസ് ആയിട്ട് കഞ്ഞി കുടിക്കുന്നൊരു ദിവസമാണ് അന്ന്. ഈ വർഷം ആദ്യമായിട്ടാണ് നമുക്കിവിടെ ഗ്യാതറിംഗ് ഒന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് പള്ളിയും ശുശ്രൂഷകളും എല്ലാം ക്യാൻസൽ ആയതുകൊണ്ട് നമ്മൾ ഓൺലൈനിൽ തന്നെ ശുശ്രൂഷയിൽ പങ്കെടുത്തതിന് ശേഷം പള്ളിയിലെ പോലെ തന്നെ ആയില്ലെങ്കിലും അതുപോലെ ആകാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. രാവിലെ തന്നെ ഇന്നലെ വൈകിട്ട് തന്നെ നമ്മൾ കടയിൽ പോയി പയറും വാഴയ്ക്കയും മാങ്ങയും എല്ലാം മേടിച്ചുകൊണ്ട് വരാനിരുന്നതാണ്. പക്ഷെ നടന്നില്ല. ഇന്ന് രാവിലെ അച്ചാച്ചൻ തന്നെ പോയി കുറച്ച് പയറും അതുപോലെ വാഴയ്ക്കയും മാങ്ങയും എല്ലാം സമയത്ത് ഞാൻ ഷീറ്റും കാര്യങ്ങളെല്ലാം മാറ്റി വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മൾ ഓൺലൈൻ ശുശ്രൂഷകൾ കണ്ടുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തത്. നമ്മൾ 2-2.5 മണിക്കൂർ നമ്മൾ ഇതിനുവേണ്ടി മെനക്കെട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾമോസ്റ്റ് സെറ്റാക്കി. പിന്നെ അച്ചാച്ചൻ എനിക്ക് മാങ്ങയ്ക്ക് വേണ്ട അച്ചാറിന് വേണ്ട കാര്യങ്ങളെല്ലാം അരിഞ്ഞ് അതുപോലെ വാഴയ്ക്കെല്ലാം അരിഞ്ഞ് ഒതുക്കി തന്ന സമയത്ത് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ നമ്മുടെ പയറും നേരത്തെ കുതിർത്ത് വെച്ചു. അങ്ങനെ അതുകൊണ്ട് എനിക്കെല്ലാം കുക്ക് ചെയ്യാൻ വേണ്ടി എളുപ്പമുണ്ടായിരുന്നു. എല്ലാം ഞാൻ തന്നെയാണ് കുക്ക് ചെയ്തത്. എനിക്കെല്ലാം കട്ട് ചെയ്ത് തന്നുകൊണ്ട് ഒരുപാട് എളുപ്പമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും നമ്മുടെ കുഞ്ഞു ആവയും കോപ്പറേറ്റീവായിരുന്നു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടന്നു. രാവിലെ കുറച്ച് ഫിസിക്കലായിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ദുഃഖവെള്ളിയാഴ്ചയല്ല, നമ്മൾ വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങാറില്ല. നമ്മൾ ആ സമയത്ത് മോർണിംഗ് നമ്മൾ ഓർത്തഡോക്സുകാരെ സംബന്ധിച്ച് രാവിലെ ഏർലി മോർണിംഗ് ഒരു 8-9 ആകുമ്പോൾ നമ്മൾ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ 4-4:30 സ്ലീബാവന്ദനവും കയ്പുനീരും കുടിച്ചതിന് ശേഷം നമ്മൾ വിശന്ന് നല്ല ചൂടോടെ ചട്ടിക്കകത്ത് കുടിക്കുന്ന കഞ്ഞിയുടെ ടേസ്റ്റ് നമുക്കൊരിക്കലും മറക്കാനാവില്ല. നമ്മൾ ചെറുതായിരിക്കും നമ്മുടെ അമ്മച്ചിമാരുടെ അമ്മമാരുടെയൊക്കെ പോയി മാങ്ങയ്ക്ക് അരിഞ്ഞു കൊടുത്തിട്ടുള്ളതും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ സംബന്ധിച്ചിട്ടുള്ളതും ഒക്കെ നമുക്ക് എന്നും ഒരു ഓർമ്മയാണ്. കഴിഞ്ഞ വർഷം ഞങ്ങളിവിടെ പള്ളിയിൽ പോയി ശുശ്രൂഷിച്ച് കഞ്ഞിയൊക്കെ ആയി വന്നായിരുന്നു. ഈ വർഷം മനസ്സനുവദിച്ചില്ല. അപ്പം ഞങ്ങൾ ഓർത്തു നമുക്ക് തന്നെ കഞ്ഞിയും പുഴുക്കും അച്ചാറും എല്ലാം തന്നെ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. റെഡിമെയ്ഡ് പിക്കിളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എല്ലാം ഫ്രഷായിട്ട് നമുക്ക് ഇന്നും നാളെയും ദുഃഖവെള്ളിയും ദുഃഖശനിയും കഴിക്കാനുള്ള ഇത് നമ്മളിന്ന് റെഡിയാക്കി. ഇനിയിപ്പം നമുക്ക് ഈസ്റ്ററിന് പുതിയ വിഭവങ്ങളുമായിട്ട് കാണാം. ഇന്ന് ശുശ്രൂഷയിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തു. എല്ലാം ഏറ്റവും അനുഗ്രഹീതമായിരുന്നു. ഞങ്ങളെല്ലാം ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷയെല്ലാം പങ്കെടുത്തു. ഇനിയും എല്ലാം കുടിച്ചു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു ദിവസം? നാളെ ഇനി ദുഃഖശനി കഴിഞ്ഞ് തിരുപ്പിറവിയാണ്. ഞായറാഴ്ച നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഇപ്പോൾ ഞങ്ങൾ എല്ലാം എഡിറ്റ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ശുശ്രൂഷ എല്ലാം കൂടി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം എല്ലാം എഡിറ്റ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയമാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ്. രാവിലെ നമ്മൾ അരി കഴുകി ചൂട് കഞ്ഞി വെച്ചു. അതിനുശേഷം നമ്മൾ പുഴുക്കിന് വേണ്ട പയറ് ചൂടുവെള്ളത്തിലിട്ടു. പിന്നെ പപ്പടം എണ്ണയ്ക്കകത്ത് കാച്ചിയെടുത്തു. പിന്നെ നമ്മളതിന് ശേഷം നമ്മൾ കടുകുമാങ്ങ ഇട്ടു. കടുകുമാങ്ങ അച്ചാറും ഇട്ട് അങ്ങനെ നമ്മുടെ കയ്യിലുള്ളൊരു ചട്ടിയിൽ തന്നെ നമ്മൾ നല്ല ചൂട് കഞ്ഞിയും പുഴുക്കും അച്ചാറും പപ്പടം എല്ലാം സെർവ് ചെയ്ത് ഫാമിലിയായിട്ട് ഞങ്ങൾ കഞ്ഞി കുടിച്ചു. നമ്മുടെ 2 വീടുകളിലും അവർ പള്ളിയിൽ പോയി ശുശ്രൂഷയെല്ലാം പങ്കെടുത്തതിന് ശേഷം കഞ്ഞിയും പുഴുക്കും ഒക്കെ കഴിച്ച സമയത്താണ് നമ്മളിവിടെയും കഞ്ഞിയും പുഴുക്കും എല്ലാം കഴിച്ചത്. ആദ്യമായിട്ടാണ് നമ്മൾ തന്നെ എഫോർട്ട് എടുത്ത് കഞ്ഞി ഉണ്ടാക്കി ദുഃഖവെള്ളിയാഴ്ച കുടിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഓരോരോ സ്റ്റെപ്പായിട്ട് ചെയ്തിരിക്കുന്ന ഷോർട്സ് കാണിച്ചിരിക്കുന്നതാണ്. രാവിലെ കഞ്ഞി ചൂടോടെ ഉണ്ടാക്കി മാറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ നമ്മുടെ ചെറുപയർ വൻപയർ കുതിർത്തിട്ടു. കടുക് ഉലുവയും പൊട്ടിച്ച് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയൊന്നും ഇവിടെ നമുക്ക് ലഭ്യമല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാൻ വേണ്ടി. അപ്പം കറിവേപ്പില കിട്ടിയില്ല. അതില്ലാതെയാണ് ഉണ്ടാക്കിയത്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് മാങ്ങ കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്ത് മാങ്ങയും അതുപോലെ വാഴയ്ക്കയൊക്കെ നമുക്ക് ഇപ്പം ഇവിടെ നല്ലതായിട്ട് വില കൂടിയിരിക്കുന്ന സമയമാണ്. നമ്മളെല്ലാം നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി വാങ്ങിച്ച് നമ്മൾ ചൂടായിട്ട് നമ്മുടെ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുമായിരുന്നു ഇന്ന്. അപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു
ടെക്സ്ചറിലുള്ള മാങ്ങയൊന്നും അല്ല, ചെറിയ കുഞ്ഞു മാങ്ങയാണ് കിട്ടിയത്. പക്ഷേ എല്ലാം അതിൻ്റേതായിട്ടുള്ള തനതായിട്ടുള്ള രുചിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. എല്ലാം എനിക്ക് അച്ചാച്ചൻ അരിഞ്ഞു തന്നുകൊണ്ടാണ് എനിക്കിതെല്ലാം പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റിയത്. അങ്ങനെ നല്ല മാങ്ങാച്ചാറും ഇട്ടു, അതിനകത്തേക്ക് കുറച്ച് വിനാഗിരിയൊക്കെ ചേർത്ത് നല്ലൊരു മാങ്ങാച്ചാറ് പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം പുഴുക്ക് പ്രിപ്പയർ ചെയ്തു. വാഴയ്ക്ക ആദ്യം ഒന്ന് കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൂവിച്ച് മാറ്റിയതിന് ശേഷം പയറ് സെപ്പറേറ്റ് നമ്മൾ വേവിച്ചെടുത്തു. കാരണം പയറും വാഴയ്ക്കയും കൂടെ ഒരുമിച്ച് ഇട്ടുണ്ടാക്കാനിരുന്നു. പക്ഷേ പയറ് നമ്മളൊരു 2 മണിക്കൂർ മുമ്പാണ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടിരുന്നത്. അപ്പോൾ തലേന്ന് ഇട്ടിരുന്നെങ്കിൽ ഒരുമിച്ച് നമുക്ക് വേവിച്ചെടുക്കാമായിരുന്നു. അങ്ങനെ നല്ലൊരു മാങ്ങാച്ചാറ് ഓരോന്നും ഉണ്ടാക്കി മാറ്റിയതിന് ശേഷം ഓരോന്നിനും നമ്മുടെ കുഞ്ഞാവ കൂട്ടത്തിൽ വന്ന് എല്ലാം ഒന്ന് നോക്കി കണ്ട് കുറച്ച് നേരം എൻ്റെ എളിയിൽ ഇരുന്നിട്ട് ഇറങ്ങിപ്പോവും. പിന്നെ അപ്പൻ്റെ കൂടെ ഇരിക്കും, അങ്ങനെ ഒരു ശുശ്രൂഷ കാണും, പിന്നെ ഇടയ്ക്കും നമ്മളും പങ്കെടുക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ ഫുൾ വിശേഷങ്ങൾ, ഇന്നത്തെ നമ്മുടെ ഗുഡ് ഫ്രൈഡേയുടെ വിശേഷങ്ങൾ നമ്മൾ ഓൺലൈനിൽ നമ്മുടെ പരിമല പള്ളിയുടെ കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷം നമ്മൾ ഫുഡുണ്ടാക്കി 3:30-4 മണിയോളം ആയപ്പോഴാണ് നമ്മൾ കഞ്ഞി കുടിച്ചത്. അപ്പം നമ്മുടെ നാട്ടിലെ ചട്ടിയിലാണ്, മൺചട്ടിയിലാണ് കഞ്ഞി നമുക്ക് വിതരണം ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ കയ്യിലുള്ള കഞ്ഞിയിൽ നല്ല ചൂട് പുഴുക്ക് തയ്യാറായിട്ടുണ്ട്. എല്ലാം ആവി പറക്കുന്ന നിന്ന് ഫ്രഷായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ്. നമ്മുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ദുഃഖവെള്ളിയാഴ്ച ഉണ്ടാക്കുന്ന ആ കഞ്ഞി തന്നെയാണ് നമ്മൾ വൈകിട്ടത്തേനും കൂടെ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ഉണ്ടാക്കിയ പപ്പടവും പുഴുക്കും ഇതെല്ലാം അതിൻ്റെ ഒരു സഹനത്തിൻ്റെയും, നാളെ ദുഃഖശനിയും കൂടെ നമ്മൾ ഇതൊക്കെ തന്നെയായിരിക്കും കഴിക്കുന്നത്. നല്ല ചൂടാവി പറക്കുന്ന കഞ്ഞി, പള്ളിയിലാണിങ്ങനെ കഞ്ഞിയും പുഴുക്കും അച്ചാറും പപ്പടം എല്ലാം കൂടെ നിറച്ച് വെച്ച് നമ്മൾ കൈയിടാൻ പോലും പറ്റാത്ത ചൂടായിരിക്കും. പക്ഷേ ആ വിശന്ന് ആ ക്യൂ നിന്ന കഞ്ഞി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും ഒരു സംതൃപ്തിയൊക്കെ ഞങ്ങളും ഇന്ന് അനുഭവിച്ചോട്ടെ. തന്നെത്താൻ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ശുശ്രൂഷയിൽ പങ്കെടുത്ത് കഞ്ഞി കുടിക്കുന്നത് ആ ജീവിതത്തിൽ തന്നെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. എന്നിരുന്നാലും ഒത്തിരി സന്തോഷം തോന്നി. അതുപോലെ അതിലേറെ നിങ്ങളിലേക്ക് എത്തിച്ചപ്പം അതിലേറെ സന്തോഷം തോന്നി. ഇനിയിപ്പം നമുക്ക് ഈസ്റ്ററിന് പുതിയ വിഭവങ്ങളും വിശേഷങ്ങളുമായി കാണുന്നതിനും വരെ താങ്ക്സ് ഫോർ വാച്ചിങ് യുവർ വീഡിയോ. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ.